ശ്വേതാവസ് ആണ്. അപ്പൊ മക്കളെ നമ്മുടെ ഓണം എക്സാമിനൊക്കെ കുറച്ചു ദിവസം കൂടി ബാക്കിയുള്ളൂ അല്ലെ. അപ്പൊ മിസ് ഇതാ മാത്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചോദ്യം എന്തായാലും എല്ലാവരും പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്താണ് ആ ചോദ്യം എന്ന്. ഇതാടാ കുറച്ച് 10 രൂപ നോട്ടുകളുണ്ട്, 1 രൂപ നാണയങ്ങളുണ്ട്. ഇത് നമ്മള് ഒരുമിച്ച് ആകെ തുക എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, ആകെ തുക എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഇതാ സുനിലിന് എത്രയുണ്ടെന്ന് നോക്കാം അല്ലെ. 10 രൂപയുടെ നോട്ടുകൾ 1 2 3 4 5 6 7 10 രൂപയുടെ നോട്ടുകളാണ്. ഇത് തന്നതാണല്ലേ, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ 1 രൂപ നാണയങ്ങളോ 1 2 3 4 5 1 രൂപ നാണയങ്ങളാണ്. ഇത് നമ്മൾ ഒരുമിച്ച് എങ്ങനെ എഴുതുവടാ? അത് 7ഉം 5ഉമായിട്ട് എഴുതിയാൽ മതിയല്ലേ. യെസ്, 7 ഇവിടെ 5 ഇവിടെ 75. എങ്ങനെ വന്നടാ? 7 10 രൂപ നോട്ട് എന്ന് പറയുമ്പോൾ 70 ആണ്. അതിന്റെ കൂടെ 5 കൂട്ടിയാൽ മതി. എളുപ്പമല്ലേ? അപ്പൊ നേരെ നമ്മൾ ഇവിടെ 7ഉം ഈ ഒരു 5ഉം എഴുതി 75ആയി. ഇതുപോലെ അടുത്തത് സാബുവിന്റെ കയ്യില് എത്ര 10 രൂപ നോട്ടുണ്ട്? 1 2 3 4 10 രൂപ നോട്ടാണ്. പിന്നെ നാണയങ്ങളോ 1 2 3 4 5 6 7 8 1 രൂപ നാണയങ്ങളാണല്ലേ. അപ്പൊ മിസ് ഇതാടാ ഇവിടെ 8 എഴുതി. ഇനി ആകെ എത്രയുണ്ട്? ആകെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് എഴുതിയാൽ മതി അല്ലേ. യെസ്, ഈ 4ഉം 8ഉം 48 ആണ് ആകെ ഉള്ളത്. ഇനി അടുത്തതോ ആയിഷ കുട്ടിയുടെ കയ്യില് എത്രയുണ്ട് നോക്കിയാലോ. 10 രൂപകൾ ഇതാ 1 2 3 4 5 10 രൂപകളാണ്. 10 രൂപയുടെ നോട്ട് 5 എണ്ണാണ്. ഇനി 1 രൂപയുടെ കോയിനുകളോ 1 2 2 അല്ലേ. അപ്പൊ ടോട്ടൽ എടാ 52 52 ടോട്ടൽ ഉള്ളത്. ഇനി ഫാത്തിമയുടെ കയ്യില് എത്ര 10 രൂപയുടെ നോട്ട് ഉണ്ട്? 1 2 3 4 5 6 7 8 10 രൂപയുടെ നോട്ടുകളാണല്ലേ. ഇനി കോയിനുകളോ, അതായത് 1 രൂപയുടെ നാണയങ്ങളോ ഒരെണ്ണമാണല്ലേ. യെസ്, ഒരെണ്ണം മിസ് എഴുതി. ആകെ എത്രയായടാ? അപ്പോ 81 ആണ് ആകെയുള്ളത്. ഇനി അടുത്തത് റീനയ്ക്ക് 10 രൂപയുടെ നോട്ടുകൾ മാത്രമേ ഉള്ളൂ, നാണയങ്ങളില്ല. അപ്പൊ എന്ത് ചെയ്യണം? യെസ്, നാണയങ്ങൾ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല എന്നാണെങ്കിൽ നമ്മൾ അവിടെ 0 എന്നിടണം. എന്താണ് 0? 0 നമ്മൾ അവിടെ ഒന്നുമില്ലെങ്കിൽ ഇടേണ്ടത്. ഇനിയോടാ യെസ്, റീനയ്ക്ക് എത്ര 10 രൂപയുടെ നോട്ടുണ്ട്? 1 2 3 4 5 6 10 രൂപയുടെ നോട്ടുകളാണല്ലേ. പിന്നെ ഇനി അവസാനമായിട്ട് ബാബുവിന് എത്ര നോട്ടുണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9. യെസ്, 9 10 രൂപയുടെ നോട്ടുകളാണ്. ചില്ലറകളോ 1 രൂപയുടെ നാണയങ്ങള് 1 2 3 4 5 6. യെസ്, അപ്പൊ ആകെ എത്രയായടാ? 96. അയ്യോ, മോളിൽ നമ്മള് റീനയുടെ എത്ര ആകെ ഉണ്ടെന്ന് എഴുതിയില്ല അല്ലെ. യെസ്, 60. 6ഉം 0 എഴുതിയാ മതി. ഇനി നമ്മളോട് ചോദിച്ച ഏറ്റവും കൂടുതൽ തുക നൽകിയത് ആരാണടാ ഏറ്റവും കൂടുതൽ തുക നൽകിയത്? യെസ്, 75 48 52 81 60 96. ഇതിൽ ഏറ്റവും വലുത് ഏതാ? യെസ്, 96 96 ആണല്ലേ. അപ്പൊ ബാബു ആണ് ഏറ്റവും കൂടുതൽ തുക നൽകിയത്. ബാബു. അപ്പൊ ഇത്രയേ ഉള്ളൂടാ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയില് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ ബൈ.